വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീണ്ടും ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങളെല്ലാം എല്ലാവരും ഓർത്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കൊട്ടും സമയം കളയാനില്ല, ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ കാണുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. The assets are classified into fixed assets, intangible assets, current asset, fictitious asset, wasting asset, contingent asset. Assets classification, first one is fixed asset. Fixed assets are those assets which are of a permanent nature and are used for the operation of business and not for resale. അതായത് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് നേച്ചർ ആയിട്ടുള്ള അസറ്റാണ് ഫിക്സഡ് അസറ്റ്. ഈ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ്. ദിസ് അസറ്റ് ഹെൽപ്പ് ഇൻ ഏർണിംഗ് റവന്യൂ. It can be easily converted into cash. Fixed asset are long-term asset. Long-term assets ആണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിറ്റിംഗ്സ്, ദീസ് ഓൾ ആർ യൂസ്ഡ് ഫോർ ലോങ് ടേം. സോ വി ക്യാൻ സേ ദാറ്റ് ഫിക്സഡ് അസറ്റ്സ് ആർ ലോങ് ടേം അസറ്റ്. So that is fixed asset. Then we can see what is intangible asset. Intangible asset. These assets are those assets which cannot be seen or touched. നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റാത്ത അസറ്റാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗുഡ്വിൽ, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ഇതെല്ലാം ഇൻടാഞ്ചിബിൾ ആണ്. ദെൻ ഫിനാൻഷ്യൽ അസറ്റ്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്? Financial asset include investments held not for operational purpose but for earning income or for rendering service. സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അസറ്റ്സ് ആണ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡറീസ്, ലോൺസ് ടു സബ്സിഡറീസ്, എക്സെട്ര. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കറൻറ്റ് അസറ്റ്. കറൻറ്റ് അസറ്റ്സ് ആർ ദോസ് അസറ്റ് വിച്ച് ആർ ഹെൽഡ് ടെമ്പററിലി ഇൻ ബിസിനസ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ക്വിക്ക്ലി. നമുക്ക് പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ ബാങ്ക് ബാലൻസ്, ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, അങ്ങനെ പറയുന്നതെല്ലാം കറൻറ്റ് അസറ്റാണ്. ദെൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റാണ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആർ നോട്ട് റിയൽ അസറ്റ്. ദേ ആർ നോട്ട് റെപ്രസെൻറ്റഡ് ബൈ ടാഞ്ചിബിൾ പൊസഷൻ. They appear on the asset side of the balance sheet simply because of their debit balance, a particular account not yet written off. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദേ അപ്പിയർ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. എക്സാമ്പിൾ റിട്ടേൺ ഓഫ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൽ വരുന്നതാണ്. ദെൻ വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ്സ് ഓർ ദോസ് അസറ്റ് വിച്ച് ആർ എക്സോസ്റ്റഡ് ഗ്രാഡുവലി ഇൻ ദ പ്രോസസ് ഓഫ് ദർ യൂസ്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? എക്സോസ്റ്റഡ് ആവുന്ന അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓയിൽ വെൽസ് നമുക്ക് പറയാം, ടിമ്പർ റിസോഴ്സസ് പറയാം, ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ് അല്ലേ. ദെൻ കണ്ടിജൻ്റ് അസറ്റ്. കണ്ടിജൻ്റ് അസറ്റ്സ് ആർ ദോസ് അസറ്റ് വിച്ച് മേ ഓർ മേ നോട്ട്. എന്താണ് പറയുന്നത്? വിച്ച് മേ ഓർ മേ നോട്ട് ബിക്കം ദ അസറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഒക്കറൻസ് ഓഫ് നോൺ ഒക്കറൻസ് ഓഫ് എ സ്പെസിഫൈഡ് ഇവൻറ്റ്. ഫോർ എക്സാമ്പിൾ, if a business firm has filed suit for a particular property, now in possession of the person, the firm will get property if the suit is decided in its favor. അപ്പോൾ കണ്ടിജൻ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബബിൾ അസറ്റാണ്. വിച്ച് മേ ഓർ മേ നോട്ട് ബിക്കം അസറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ഒക്കറൻസ് ഓഫ് നോൺ ഒക്കറൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഇവൻറ്റ്. ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് അനുസരിച്ച് മാറ്റം വരുന്ന ഒരു അസറ്റാണ് കണ്ടിജൻ്റ് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് ലാബിലിറ്റീസ്. ലാബിലിറ്റീസിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ലോങ് ടേം ലാബിലിറ്റി, കറണ്ട് ലാബിലിറ്റി ആൻഡ് കണ്ടിജൻ്റ് ലാബിലിറ്റി.
What is long-term liability? Liabilities which are repayable after a long period of time are known as long-term or fixed liability. ഒരു ലോങ് ടൈം എടുത്ത് നമ്മൾ റീപേ ചെയ്യാൻ പറ്റുന്ന അസറ്റാണ് ലോങ് ടേം ലാബിലിറ്റിയാണ് ലോങ് ടേം ലാബിലിറ്റി. അതായത് ഈ ലാബിലിറ്റി നമുക്ക് പെട്ടെന്ന് റീപേയ്മെൻറ്റ് നടത്താൻ വേണ്ടി പറ്റില്ല. എക്സാമ്പിൾ ലോങ് ടേം ലോൺ, ഡിബഞ്ചേഴ്സ്, അതൊക്കെ എക്സാമ്പിളാണ്. കറൻറ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാലോ ലാബിലിറ്റി വിച്ച് ആർ പേയബിൾ വിത്തിൻ 1 ഇയർ. 1 ഇയറിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ഷോർട്ട് ടേം ലാബിലിറ്റി. അതായത് സൺട്രി ക്രെഡിറ്റർ, ബിൽ പേയബിൾ, ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ടാക്സ് പേയബിൾ, ഡിവിഡൻഡ് പേയബിൾ എന്നൊക്കെ പറയുന്നത്. ദെൻ കണ്ടിജൻ ലാബിലിറ്റിയാണ്. കണ്ടിജൻ ലാബിലിറ്റീസ് ആർ ദോസ് ലാബിലിറ്റി വിച്ച് ആർ നോട്ട് സർട്ടൻ ഓർ ആക്ച്വൽ ലാബിലിറ്റി. അത് ആക്ച്വൽ ലാബിലിറ്റി അല്ല. പിന്നെ അതെങ്ങനെയാണ് വരുന്നത്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ ഇവൻ്റ് ആണ്, അല്ലേ? അൺസർട്ടൻ ഇവൻറ്റിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ഈ കോണ്ടിജൻ ലാബിലിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ലാബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ടഡ്, ലാബിലിറ്റി ഫോർ ആക്ടിങ് ആസ് ഷുവർറ്റി, ക്ലെയിം അണ്ടർ ഡിസ്പ്യൂട്ട് ഓർ പെൻഡിങ് ഇൻ ദ കോർട്ട് ഓഫ് ലോ. ഇതെല്ലാം നമുക്ക് കോണ്ടിജൻ ലാബിലിറ്റിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലാബിലിറ്റീസ്, ഈ കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലേ? അവർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്